കുഴിയിലോട്ട് ഇറങ്ങാൻ പോവാണ്. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും അറിയത്തില്ല. ഹലോ ഗെയ്സ്, തമ്പനയിൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് ഒരു ഗുണ കേവിനുള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ പോകുന്ന കാടാണ് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ഈ കാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു സംഭവം നടന്നു. ഒരു മൃഗത്തിൻ്റെ കരച്ചിൽ ഞങ്ങൾ കേട്ടു. ഗെയ്സ്, അപ്പോൾ ആ ജീവിയുടെ കരച്ചിൽ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും നമുക്ക് പയ്യെ പോയി നോക്കാം അതിൻ്റെ അടുത്തേക്ക്. ശരിക്കും പേടിയാവുന്നൊരു വടിയൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു, കരച്ചിൽ കേൾക്കാമെന്ന് തോന്നുന്നു. ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് കുരങ്ങാണോ അത് എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം നമ്മളവിടെ എത്താറായിട്ടുണ്ട്. ഏകദേശം കുരങ്ങാന്ന് തോന്നുന്നുണ്ട്. കാരണം മരത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നത്. എന്തായാലും നമ്മളങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ വന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഹലോ ഗൈസ്, അപ്പം എന്തേ ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഗുണ കേവ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ടാണ് ഇറങ്ങാൻ പോണത്. ഭയങ്കര ഡേഞ്ചറാണ് ഈ സംഭവം. ഇത് കാണുമ്പോൾ തന്നെ ഇതിനുള്ളിൽ എന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഞങ്ങളിത് ഈ ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങി പോകാൻ പോവാണ്. ഇത് കണ്ടിട്ട് ഭയങ്കര ഡേഞ്ചറാണെന്ന് തോന്നുന്നത്. ആ കാണുന്ന ഹോളിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും നമുക്കിതാ അതിനകത്തൂടെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി ഇറങ്ങിയിട്ട് അങ്ങനെ അങ്ങ് പോയി നോക്കാം. ഇത് ഈ കാണുന്നതാണ് ഈ പാറയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ. ഇതിനുള്ളിലാണ് ഇത് വരുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗുണ കേവ് പോലെ തന്നെയുണ്ട്. ഇതിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ ഹൈറ്റ് എന്തോരമാണ്. അതുപോലെ തന്നെ ഇതെന്തോരമാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മളിത് ഈ കാണുന്ന ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഗെയ്സ്, അപ്പോൾ എന്തായാലും നമ്മളിത് ഗുണ കേവിൻ്റെ ആ കുഴിയിലോട്ട് ഇറങ്ങാൻ പോവാണ്. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം ഇതിനുള്ളിൽ എന്താണ്, അല്ലെങ്കിൽ കുരങ്ങന്മാരുണ്ടോ വവ്വാലുണ്ടോ എന്ന് നമുക്ക് അറിയണം. എന്തായാലും അപ്പോൾ ഇത് ആ കാണുന്ന ഹോളിൽ കൂടി വേണം നമ്മൾ ഇറങ്ങി താഴോട്ട് പോകാനായിട്ട്. ഇതിൻ്റെ പുറത്തെ അപ്പിയറൻസ് ഏകദേശം ഇതുപോലെയാണ് കാണുന്നത്. കണ്ടോ, ഈ പാറയുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഹൈറ്റുള്ളൊരു പാറയാണിത്. അപ്പോൾ നമ്മളിത് ഹോൾ അതാണ്. അപ്പോൾ ഹോളിൻ്റെ അകത്തുകൂടി ഇറങ്ങുവാണ് നമ്മൾ. നമ്മൾ ഇറങ്ങി പോകുന്ന വഴി നമുക്ക് ലൈറ്റ് കുറവാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് ലൈറ്റ് കാണിക്കുന്നത് ഫുള്ള് ഇരുട്ടാണ്. ഇതിനകത്ത് പാമ്പുണ്ടോ അല്ലെങ്കിൽ കുരങ്ങന്മാരുണ്ടോ വവ്വാലുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതേ ഗുഹയ്ക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇത് എങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ സൈഡിലോട്ടൊന്ന് അടിച്ചണം, അങ്ങോട്ട് താഴോട്ട്. ഇത് അതുപോലെ തന്നെ ഫുള്ള് ഇരുട്ടാട്ടോ ഗെയ്സ്. ഇതാണ് പാറ കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ ഇതിന് ഉള്ളിൽ ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മൾ വീണ്ടും ഇറങ്ങി മുകളിൽക്കൂടി താഴോട്ട് ഇറങ്ങി. നമ്മൾ ഭയങ്കര തണുപ്പാണ് ഇതിനുള്ളിൽ. അപ്പം നമുക്ക് എന്തായാലും ഇതെങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കിയാലോ ഇങ്ങനെ ആലോചിക്കുവാണ്. ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം കിട്ടുന്നത്. വാ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കുറച്ച് ഉറവ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. വെള്ളമാണിത്, ഉറവയാണിത്. മൊത്തം ഇരുട്ടാണ് സംഭവം.
വെട്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റേ ഫോൺ കൂടി എടുക്കുവാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല ഗൈസ്. ഇതിനകത്ത് പുലി ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഇപ്പം അടുത്ത ഫോണിൻ്റെയും കൂടി ഫ്ലാഷ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മളിത് ഇറങ്ങി പോവാണ്. സുഭാഷേ എന്തോ ഗെയ്സ്, അപ്പം നമ്മളിത് ആ ഗുഹയ്ക്കകത്തൂടി ഇറങ്ങി. ഫ്രിഡ്ജിൽ വെച്ചാൽ വെള്ളം കാണില്ല. ഫ്രിഡ്ജിൽ അത്ര ഐസ് വാട്ടറാണത്. ഇവനിവിടെ പറയുന്നത് ഫ്രിഡ്ജ് വെച്ചേക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പോലത്തെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഗുഹയ്ക്കകത്ത് ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ്. നമ്മൾ ഉറവയാണ് കാണുന്നത് മോളിൽ നിന്ന് ഒഴുകി വരുന്നത്. ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജ് വെച്ച പോലത്തെ വെള്ളമാണ്. ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. കുടിക്കാൻ പറ്റൂടാ? കുടിക്കുന്ന വെള്ളമാണോ? അയ്യോ, ആ ധൈര്യമായിട്ട് കുടിച്ചോ, ഒരു വിഷമില്ല. നീ ഒന്ന് ആദ്യം കുടിച്ച് കാണിച്ചു. എടാ ഒരു വിഷയം നീ കുടിച്ച് ധൈര്യമായിട്ട് കുടിച്ചോ. നീ കുടിക്കുന്നില്ല? ഇത് ഉറവാണോടാ, ധൈര്യമായിട്ട് കുടിച്ചോ. അയ്യോ, ആ അപ്പോൾ നമ്മൾ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ട് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഇതാണ് ഗുഹയുടെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഗുഹയ്ക്കകത്തൂടി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിതാ അവിടെ ഒരു ഹോള് നമ്മൾ കാണുന്നുണ്ട് അങ്ങായിട്ട്. അപ്പോൾ നമുക്ക് ആ ഹോളിൽ കൂടി ഒന്ന് പോയി നോക്കാം. നിൽക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പം ഈ ഇരുന്നിട്ടാണ് നമ്മളിത് ആ ഗുഹയ്ക്കകത്തൂടി അങ്ങോട്ട് പോണത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾക്ക് ആ ഹോളിൽ കൂടി പോവാം അങ്ങോട്ട്. പയ്യെ നമ്മൾ പോവുകയാണ് ഗീസ്. ഇതാണ് ആ മണ്ടയിലുള്ള കാഴ്ചകളൊക്കെ. നമ്മൾ ഇറങ്ങി വന്ന മണ്ടയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വ്യൂ നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് എത്താറായി ഗൈസ്. അപ്പോൾ നമ്മളിത് പുറത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഗുണ കേവിൻ്റെ അങ്ങനെ നമ്മൾ മണ്ടയിൽ കൂടി കയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് താഴെ എത്തി. ഈ കാണുന്നതാണ് ഹോളിൽ കൂടിയാണ് നമ്മൾ കയറി വന്നത്. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വീണാനെ ഇതാണ് അതിൻ്റെ പുറത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. ഇതാണ്. അപ്പം നമ്മൾ വേറിയ ആ പാറ ഇതാണ്. ഇതിൻ്റെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം വലിയ ഹൈറ്റാണ് ഈ പാറയുടെ ഹൈറ്റ്. ഗുണാക്കേവിനേക്കാളും ആഴമുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹലോ ഗീസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി തെക്കൻതോണിയിലാണ്. അപ്പം ഇതുപോലെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.